Hi all, welcome back to Click. മാത്തമാറ്റിക്കൽ ലോജിക്കിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെന്റൻസ്. എന്താണ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? മീനിങ് ഫുൾ ആയിട്ട് വേർഡ്സിനെ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്തിരിക്കുക, അതിനെയാണ് നമ്മളൊരു സെന്റൻസ് എന്ന് പറയുന്നത്. സെന്റൻസിനകത്ത് രണ്ട് പാർട്സ് കാണും. ഒന്ന് സബ്ജക്റ്റും അടുത്തത് പ്രെഡിക്കേറ്റും. വെയിറ്റ് എ സെക്കൻഡ്, നമ്മളിത് ഇംഗ്ലീഷാണോ പഠിക്കുന്നത്? അല്ല, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മളിത് സ്പെസിഫിക്കലി ഇത് മെൻഷൻ ചെയ്തുകൊണ്ട് പഠിക്കുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ഫർദർ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സേ, ബാംഗ്ലൂർ ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഇതിനകത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. സിമിലർലി ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിറ്റി, അതാണ് ഈ സെന്റൻസിനകത്ത് വരുന്ന പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സിമിലർലി നമ്മളിപ്പോൾ പറയുവാണ്, വേറൊരു സെന്റൻസ് എടുക്കാണ്. റോസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതിനകത്ത് റോസ് എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ സബ്ജക്റ്റ്. ആൻഡ് സിമിലർലി ഈ ഒരു പാർട്ട്, അതായത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. ഓക്കെ, അപ്പൊ സെന്റൻസ് എന്താണെന്ന് മനസ്സിലായി. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് വിച്ച് മസ്റ്റ് ബി മീനിങ് ഫുൾ. അതിന് രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. സബ്ജക്റ്റും കാണും, അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും കാണും. അതിന് രണ്ടിനും എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നൗ let's move to the next concept, which is inference. ഓരോ വേർഡും എന്താണോ മീൻ ചെയ്യുന്നത് അത് നമ്മൾ ഈ പ്രെഡിക്കേറ്റ് ലോജിക്കിനകത്തോട്ടേക്ക് കൊണ്ടുവരികയാണ്, അത്രയേ ഉള്ളൂ. അതായത് സപ്പോസ് നമുക്ക് P1, P2, P3 അങ്ങനെ അപ് ടു Pn ഇത്രയും പ്രിമൈസസ് നമുക്ക് തന്നിട്ടുണ്ട്. n പ്രിമൈസസ് നമുക്ക് തന്നിരിക്കുകയാണ്. n പ്രിമൈസസ് തന്നിട്ടുണ്ട്. പ്രിമൈസസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, സം ഫാക്ട്സ് ഓർ സം സ്റ്റേറ്റ്മെന്റ്സ്. ഇനി say P1 and P2 and P3 and up to and Pn. This leads to a conclusion Q. ഇതിനെ ഒരു ഇൻഫറൻസ് പ്രോസസ് എന്ന് പറയാം നമുക്ക്. ഇതിന്റെ ജനറൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ പ്രിമൈസസ് P1, P2, P3 up to Pn we infer Q. അതായത് given premises P1, P2, P3 up to Pn, therefore follows Q. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇതിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ കൺസിസ്റ്റൻസി ഓഫ് പ്രിമൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിമൈസസ് സേ P1, P2, P3 up to Pn. ഈ പ്രിമൈസസ് ദീസ് ആർ സെഡ് ടു ബി കൺസിസ്റ്റന്റ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദെയർ കൺജങ്ഷൻ ഈസ് ട്രൂ അറ്റ്ലീസ്റ്റ് ഇൻ വൺ കേസ്, അതായത് വൺ പോസിറ്റീവ് സിറ്റുവേഷൻ വരണം നമുക്ക് തന്നിട്ടുള്ള പ്രിമൈസസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ പ്രിമൈസസ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ചെക്ക് ദ പ്രിമൈസസ് P or Q and negation of P. See, രണ്ട് പ്രിമൈസസ് ആണ് തന്നിട്ടുള്ളത്. Let it be P1 and this is P2. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് P ഉം Q ആണ്. ട്രൂ 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 ഫാൾസ് ഫാൾസ് ട്രൂ ദെൻ ഫാൾസ് ഫാൾസ്. 4 കേസസ് പോസിബിൾ ആണ് അല്ലേ? അതിനകത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്ന P or Q. P or Q, ട്രൂ ട്രൂ ട്രൂ, ട്രൂ ട്രൂ ഫോൾസ്. ഇനി നെഗേഷൻ ഓഫ് പി എന്ന് പറയുമ്പോഴോ ഫോൾസ് ഫോൾസ്, രണ്ട് ട്രൂ വരുന്നുണ്ട്. നമ്മൾ എന്താ ഇപ്പൊ തന്നെ പറഞ്ഞത്? ഇതിന്റെ രണ്ടിനും തന്നിട്ടുള്ള പ്രിമൈസസിന്റെ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ പി ഓർ ക്യൂ. കൺജങ്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻഡ് ചെയ്യുന്നതല്ലേ. ആൻഡ് നെഗേഷൻ ഓഫ് പി ചെയ്ത് നോക്കുക. ട്രൂ ഫോൾസ് ഫോൾസ്, ട്രൂ ഫോൾസ് ഫോൾസ്, ട്രൂ ട്രൂ ട്രൂ. ലക്കിലി 1 കേസസ് പോസിറ്റീവ് അല്ലെ? ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഫോൾസ് ട്രൂ
false. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ നമുക്ക് ട്രൂ വന്നതുകൊണ്ട് അതായത് ഈ തന്നിട്ടുള്ള പ്രിമൈസസിന്റെ കൺജങ്ഷൻ നമ്മൾ നോക്കിയപ്പം അതിനകത്ത് അറ്റ്ലീസ്റ്റ് 1 ട്രൂ കേസ് ഉള്ളത് കൊണ്ട് മാത്രം മോർ ദാൻ 1 കേസസ് ആണെങ്കിലും ഓക്കെ ആയിരുന്നു. ഓക്കെ കേട്ടോ, അത് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. സോ ഒരു കേസെങ്കിലും ട്രൂ ആയിട്ട് വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ പ്രിമൈസസ് ആർ കൺസിസ്റ്റന്റ്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. Check the consistency of the given premise. P തന്നിട്ടുണ്ട്, പിന്നെ നെഗേഷൻ ഓഫ് P ആൻഡ് Q തന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിമൈസ് 1 ഇതാണ്, പ്രിമൈസ് 2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് P1ന്റെയും P2ന്റെയും കൺജങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 കേസിലെങ്കിലും ട്രൂ വരുന്നുണ്ടോ എന്നുള്ളതാണ്. സോ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണു, നമ്മുടെ ട്രൂത്ത് ടേബിൾ എഴുതുന്നു. പോസിബിൾ ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ദെൻ ഫോൾസ് ഫോൾസ്, ദെൻ പി അപ്പാടെ തന്നെ കിടക്കട്ടെ അങ്ങനെ തന്നെ. ഇനി നെഗേഷൻ ഓഫ് P എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ. ഇനി നെഗേഷൻ ഓഫ് P ആൻഡ് Q എന്നല്ലേ പറഞ്ഞിട്ടില്ല? നെഗേഷൻ ഓഫ് Pയും Qയും കൂടെ ആൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഫോൾസ് വരുന്നു, ഫോൾസ് വരുന്നു, ട്രൂ വരുന്നു, ഫോൾസ് വരുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? പ്രിമൈസസ് P1ഉം P2ഉം അതിന്റെ കൺജങ്ഷൻ. P1 എന്ന് പറയുമ്പോൾ Pയും അതിന്റെ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ ആൻഡ് നെഗേഷൻ ഓഫ് P ആൻഡ് Q. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 1 കേസെങ്കിലും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ കേസിൽ നോക്കൂ, ഫോൾസ് അല്ലേ വരുന്നതെന്ന് നോക്കിക്കേ. ട്രൂ ഫോൾസ് ഫോൾസ്, ട്രൂ ഫോൾസ് ഫോൾസ്, ഫോൾസ് ട്രൂ ഫോൾസ്, ദെൻ ഫോൾസ് 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 അല്ലെ? അപ്പോ ഇത് കൺസിസ്റ്റന്റ് അല്ല. ഇത് നമ്മൾ ഇങ്ങനെ ട്രൂത്ത് ടേബിൾ എഴുതി തന്നെ സോൾവ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് ഈസിയാണ്. ഇപ്പൊ തന്നിട്ടുള്ള പ്രിമൈസസ് എന്ന് പറയുമ്പോൾ P ഉണ്ട്, കൺജങ്ഷൻ നെഗേഷൻ ഓഫ് P ആൻഡ് Q. ഞാൻ ബ്രാക്കറ്റ്സ് അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ P ആൻഡ് നെഗേഷൻ ഓഫ് P ആൻഡ് Q, this is equal to false and Q, this is equal to false. എല്ലാ കേസസും ഫോൾസ് ആണ്. സോ നമുക്കിത് തന്നിട്ടുള്ള പ്രിമൈസസ് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാലിഡിറ്റി ഓഫ് ദി ആർഗ്യുമെന്റ്. ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്ന് 99% എന്താ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വാലിഡിറ്റി ഓഫ് ദി ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ. പക്ഷെ നമുക്ക് കേരള PSC പോലെയുള്ള എക്സാമുകളിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ബട്ട് സിൻസ് പ്രെഡിക്കേറ്റ് ലോജിക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട്, അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയതുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്തേ നമുക്ക് പറ്റും. ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലേ എന്നുള്ളതാണ് വാലിഡിറ്റി ഓഫ് ദ ആർഗ്യുമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സേ നമ്മുടെ പ്രിമൈസസ് P1 and P2 and P3 and etc and Pn. ഇതിന്റെ എല്ലാം കൺജങ്ഷൻ ആണ്. പ്രിമൈസസിന്റെ കൺജങ്ഷൻ എല്ലാം ട്രൂ ആണെന്ന് വിചാരിക്കുക. ഈ n പ്രിമൈസസും ട്രൂ ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ദ സ്റ്റേറ്റ്മെന്റ് Q ഈസ് ട്രൂ. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ട്രൂ ഇംപ്ലൈസ് X is equal to true. അതായത് LHS ട്രൂ ആണ്, അതുപോലെ തന്നെ RHSും ട്രൂ ആണ്. LHS ആൻഡ് RHS ഈക്വൽ ടു ട്രൂ. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ പ്രിമൈസസ് P1, P2, P3 അപ് ടു Pn ആർ സെഡ് ടു ബി വാലിഡ് വിത്ത് എ കൺക്ലൂഷൻ Q ഇഫ് ഈ പറയുന്ന ചങ്ങാതി ഉണ്ടല്ലോ, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടോട്ടോളജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദീസ് പ്രിമൈസസ് ആർ സെഡ് ടു ബി വാലിഡ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ദ വാലിഡിറ്റി ഓഫ് P ഓർ Q ഇംപ്ലൈസ് P. സോ നമുക്ക് ട്രൂത്ത് ടേബിൾ ആദ്യം തന്നെ ചെയ്യാം. P Q, ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ്. 4 കേസസ് ആണ് വരിക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് P ഓർ Q ചെയ്ത് നോക്കണം. സോ ട്രൂ ട്രൂ ട്രൂ, ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ഫോൾസ് ഫോൾസ് വരുന്നത് കൊണ്ട് റിസൾട്ട് ഫോൾസ് ആയി വരുന്നുള്ളൂ.
ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് P or Q. ആ റിസൾട്ട് ഇംപ്ലൈസ് P എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ സം വാല്യൂ ഇംപ്ലൈസ് P എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസും ആയിരിക്കണം. തേർഡ് കേസിൽ മാത്രമല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. അപ്പൊ ഈ കേസിൽ മാത്രം ഇവിടെ ഫോൾസ്, ദെൻ ട്രൂ ട്രൂ ട്രൂ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫോൾസ് ഒക്കർ ചെയ്തത് കൊണ്ട് തന്നെ, ഈ ഒരു ട്രൂത്ത് ടേബിളിൽ ഒരു ഫോൾസ് ഒക്കർ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് നോട്ട് എ tautology, which implies the given argument is not valid. ടോട്ടോളജി ആവണമെങ്കിൽ നമ്മുടെ ട്രൂത്ത് ടേബിളിന്റെ ലാസ്റ്റ് കോളത്തിൽ വരുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കണം? എല്ലാം ട്രൂ ആയിരിക്കണം, അല്ലേ? ദാറ്റ് ഈസ് വൈ വി ആർ സീയിങ് ദിസ് ഇൻ കേസ് ഓഫ് ദിസ് ആർഗ്യുമെന്റ് ദിസ് ഇസ് നോട്ട് എ വാലിഡ് ആർഗ്യുമെന്റ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കി നോക്കാം. സേ ഇനിയിപ്പോ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ തന്നെയാണ്. P and Q ഇംപ്ലൈസ് Q ആണെന്ന് വിചാരിക്കാം. സോ നമ്മൾ P Q then P and Q then P and Q ആ റിസൾട്ട് ഇംപ്ലൈസ് Q. അതും കൂടെ ചെക്ക് ചെയ്യണം. ട്രൂ 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 ഫോൾസ് ഫോൾസ് ട്രൂ ഫോൾസ് ഫോൾസ്. ഓക്കെ, ഇനി P and Q ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ മാത്രമാണ് നമുക്ക് ട്രൂ വരുള്ളൂ. ട്രൂവും ട്രൂ ആയിരിക്കുന്ന കേസിൽ ബാക്കി എല്ലാ കേസസിലും ഫോൾസ് ആയിരിക്കും നമുക്ക് P and Qന്റെ റിസൾട്ട് വരുന്നത്. P and Q ഇംപ്ലൈസ് Q എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസും ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ ഫോൾസ് കേസ് വരുന്നുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒറ്റ കേസ് പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഓൾ റിസൾട്ട്സ് ഇൻ ദ ലാസ്റ്റ് കോളം വിൽ ബി റിസൾട്ടിങ് ഇൻ ട്രൂ, അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ tautology. What does this implies? This statement is a valid argument. Okay, നിങ്ങൾക്ക് ഇതിലെ ലോജിക്ക് ശരിക്കും മനസ്സിലായോ? അതായത് ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തത് given P or Q, therefore P follows. അതെന്ന് പറയുന്നത് വാലിഡ് അല്ല. ഇവിടെ നമുക്ക് പറയാം P can be true or false, Q can be true or false. So P is not true for sure. അതുകൊണ്ടാണ് ഇത് വാലിഡ് ആർഗ്യുമെന്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിൽ P and Q therefore എന്ത് പറയാം? Q follows. അങ്ങനെയല്ലായിരുന്നേ? യെസ്. എന്നിട്ട് നമ്മൾ പറയാണ് ദിസ് ഇസ് എ വാലിഡ് ആർഗ്യുമെന്റ്. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇതിന്റെ ലോജിക്ക് എന്താണ്? ഇഫ് P is true and Q is true, then Q must be true. This is when we say an argument is valid. ഇതാണ് ബേസിക് ലോജിക് എന്ന് പറയുന്നത്. ഇവിടെ ഓർത്ത് വെക്കുക, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് P can be true or false and Q can be true or false. So P is not true for sure. അതുകൊണ്ട് ഇതൊരു വാലിഡ് ആർഗ്യുമെന്റ് അല്ല. ഇനി ഈ കേസിലാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാം? ഇഫ് P is true and Q is true, then Q small q ആണ് കേട്ടോ. Q must be what? True. Okay, then the argument is said to be valid. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു പ്രസ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു ആസ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ് here I am signing off. Your study partner Click. Stay focused on what really matters.